ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു അൺമർജ് ദി മൾട്ടിപ്പിൾ മെർജ് സെൽസ് ഇൻ എക്സൽ ഫയൽ. പലപ്പോഴും ഒരു എക്സൽ ഫയലിൽ നമുക്ക് ചിലപ്പോൾ VLOOKUP ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വല്ല പിവറ്റ് ടേബിൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു തടസ്സം പറഞ്ഞാൽ ഈ മെർജ് ചെയ്ത സെൽസ് ആയിരിക്കും. പലപ്പോഴും ഒരു ഡാറ്റയിൽ ഒരുപാട് സെൽസ് അവിടെ ഇവിടെയൊക്കെ മെർജ് ചെയ്തിട്ടുണ്ടാവും, പല കാര്യങ്ങൾക്ക് വേണ്ടി മെർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ വലിയ തടസ്സങ്ങളാണ് നമുക്ക്. ഇത് ഓരോന്ന് പോയിട്ട് നമുക്ക് അൺമർജ് പറഞ്ഞാൽ കുറെ സമയം എടുക്കും. പിന്നെ എവിടേക്കാണ് മെർജസ് അല്ലെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ജസ്റ്റ് നമ്മൾ കൺട്രോൾ F അടിക്കുക, ഫൈൻഡിൽ വരിക. ഫൈൻഡിൽ വരുമ്പോൾ നമുക്ക് ഫോർമാറ്റിംഗ് ഓപ്ഷൻ കാണാം. ഈ ഫോർമാറ്റിൽ വന്നിട്ട് നമുക്കിവിടെ നമ്പർ, അലൈൻമെന്റ്, പല ഫോർമാറ്റ്സ് ഉണ്ട്. എന്നിട്ട് നമുക്ക് മെർജ് സെൽസ് എടുക്കുക, അലൈൻമെന്റ്, ഇത് ഓക്കെ കൊടുക്കുക. ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഫൈൻഡ് ഓൾ ക്ലിക്ക് ചെയ്യുക. ഫൈൻഡ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് മെർജ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്, അൺമർജ് ചെയ്യേണ്ട ഏതൊക്കെയാണോ അത് മാത്രം സെലക്ട് ചെയ്യുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് മാത്രം സെലക്ട് ചെയ്യാൻ 1 by ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വരേണ്ടത് അൺമർജ് ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് വരണം. മെർജ് ആൻഡ് സെന്ററിൽ ഇവിടെ അൺമർജ് സെൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ടൈമിൽ തന്നെ അത് റിമൂവ്. സോ നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര സെൽസ് എവിടേക്ക് മെർജ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അൺമർജ് ആവുകയും നമുക്ക് ഫോർമുല റൈറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ സൗകര്യമായിരിക്കും. സോ ഇത് വളരെ ഈസി ആയിട്ടുള്ള ടിപ്പാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ടിപ്പാണ്. പക്ഷെ ഇത് നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ഇതുപോലെ പല ആക്ടിവിറ്റീസിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും മിക്കപോലും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്